ഹായ് ഡിയേഴ്സ്, ഇന്നലെ ഞാനൊരു യാത്ര പോയി. യാത്രയിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അവൻ വളരെയധികം നിരാശയിലായിരുന്നു. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. എന്നേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്ന നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജോബ് കിട്ടിയില്ല. ഹൈ പൊസിഷനിലുള്ളൊരു ജോബാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ട്രൈ ചെയ്തു, ടെസ്റ്റുകൾ എഴുതി, ഒരു ടെസ്റ്റും പാസ്സായില്ല, നല്ല ജോബ് ലഭിച്ചില്ല. വളരെയധികം ഡിസപ്പോയിൻമെൻറ്റോടുകൂടി, നിരാശയോടുകൂടിയാണ് ആ വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടിയത്. പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് വളരെയധികം സങ്കടമായി പോയി എന്നുള്ളതാണ്. ഒരു 5-6 വർഷം മുമ്പ് ഞാൻ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിലൊരു മാറ്റം ഞാൻ വരുത്തിയെടുത്തേനെ എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് അങ്ങനെ ജീവിക്കുകയാണ് ആൾ. ഇപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇനി ജീവിതത്തിലൊന്നുമില്ല എന്ന രീതിയിലുള്ള സംസാരം. അപ്പോൾ പക്ഷേ ഞാൻ ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിരാശ എന്നുള്ളത് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായ ചിന്താഗതിയല്ല. അത് നമ്മൾ നെഗറ്റീവിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുപോകും. ഒന്നും നേടിയെടുക്കാനായിട്ട് കഴിയില്ല, ഒന്നും ജീവിതത്തിൽ അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. നിരാശ പൂണ്ടിട്ട് ഒന്നും നടക്കില്ല, ഇനൊന്നും മരിച്ചാൽ മതി എന്ന് പറയുന്ന വ്യക്തികൾ അങ്ങനെ തന്നെ അവിടെ തന്നെയാണ് ഇരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളോ വേറെ ആളുകളൊക്കെ 0യിൽ നിന്ന് 100ലേക്ക് അവർ ഗ്രാഫ് കുത്തനെ ഉയരുന്നത് കാണാം. നമ്മൾ വെറും 0യിൽ നിൽക്കുമ്പോൾ അവർ കുതിച്ചു വരികയാണ്. നല്ല ജോലി, നല്ല വീട്, നല്ല വാഹനം, നല്ല ജീവിത സ്റ്റൈൽ, അബ്രോഡുള്ള താമസം, മാരീഡായി കുട്ടികളെ നല്ല രീതിയിൽ ജീവിക്കുന്നു. നമ്മളെപ്പോഴും പഴയ സ്ഥിതി തന്നെ. പക്ഷേ ഇവിടെ ചിന്തിക്കുക, നമ്മൾക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ എവിടെയാണ് സ്റ്റക്കായത്? നമ്മളെവിടെയാണ് നമ്മളൊരു നശിപ്പിലേക്ക് പോയത്? അതാദ്യം കണ്ടുപിടിച്ചിട്ട് ആ സംഭവത്തിന് സൊല്യൂഷൻ കൊടുക്കുക. ഉള്ളൊരു ട്രോമ ഉണ്ടെങ്കിൽ ആ ട്രോമ എന്താണെന്ന് കണ്ടിട്ട് അതങ്ങോട്ട് മറന്നേക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരാശ ഒന്നിനും ഒരു പോം വഴിയല്ല എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് കാണുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ വൈറ്റ് കോളർ ജോബ് മാത്രം അന്വേഷിക്കുന്നു. ചെറിയ ചെറിയ ജോബൊന്നും അവർ ചെയ്യില്ല. സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജോബ് ചെയ്താൽ മതി. പക്ഷെ കേരളീയരുടെ ഒരു പ്രത്യേകതയാണത്. എന്നാൽ മാർവാടികൾ, ഹിന്ദിക്കാർ, അവർ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, അതുപോലെ പല കൾച്ചറിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാ ജോബും ചെയ്യാം. ഒരു ദിവസം തന്നെ 4-3 ജോബ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ കേരളത്തിൽ വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ ജോബ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും ചെയ്തതാട്ടോ, ഞാനും അങ്ങനെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ ചിന്താഗതി ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിരാശ ഒന്നിനും ഒരു ഫലം നിങ്ങൾക്ക് കൊണ്ടുവരില്ല. കൂടുതൽ കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് ആവുകയുള്ളൂ. അവർക്ക് കാറുണ്ട്, അവർക്ക് വീടുണ്ട്, അവർക്ക് നല്ല ജീവിത സൗകര്യമുണ്ട് എന്നിങ്ങനെ കരഞ്ഞും വിലപിച്ചിരുന്നാൽ അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കുകയുള്ളൂ. ജീവിതം എന്നും സ്റ്റക്കിംഗ് ആയിരിക്കും. ജീവിതത്തിൽ മെഡിറ്റേഷൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. മെഡിറ്റേഷനൊപ്പം പ്രാർത്ഥന ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി സംസാരിക്കുക. പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് ചാടുക, ജമ്പ് ചെയ്യുക, മുന്നോട്ട് നടക്കുക. മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചം നിങ്ങൾ കാണും. ആ വെളിച്ചത്തിലേക്ക് മുട്ടി വിളിക്കുക. അവിടെ ഒരു വാതിൽ നിങ്ങൾക്ക് തുറക്കും. ആ വാതിൽ വഴി അകത്തേക്ക് കയറി പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ല നടക്കാൻ പോകുന്നത്, നിങ്ങൾ ചിന്തിച്ച കാര്യമല്ല നടക്കാൻ പോകുന്നത്, അതിലപ്പുറമാണ് നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? കാരണം ആ വെളിച്ചമാണ് നിങ്ങളുടെ സ്രോതസ്സ്. നിങ്ങളത് കാണുന്നില്ല. ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നല്ല ഫുഡുണ്ട്, നല്ല ജീവിത സാഹചര്യമുണ്ട്, ഡ്രസ്സ് ഉണ്ട്. നമ്മൾ ജോലി അന്വേഷിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴോ ചെറിയൊരു ജോലിയെങ്കിലും അന്വേഷിക്കും, അല്ലേ? അപ്പോൾ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്ന് നിങ്ങൾ ചെറിയ വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് തിരിയുക. ഇപ്പോഴും അപ്പോഴും ഞാൻ കണ്ടുമുട്ടിയ ഫ്രണ്ടിനോടും ഞാൻ ഇതാണ് പറയുന്നത്. എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന ജോബ് ആദ്യം ചെയ്യുക, നാണക്കേട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങളാൽ കഴിയുന്നത് ചെയ്തിട്ട് മണി ഏൺ ചെയ്യുക, ജീവിതത്തിൽ ബാലൻസ് വരുത്തുക, ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.